രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിയുടെ കൊടി പിടിക്കുക എന്നുള്ളതല്ലല്ലോ, ഒരു വിഷയത്തിൽ നിലപാടുണ്ടാവുക എന്നതാണ്. ഇന്ത്യൻ ജനതയ്ക്ക് മംദാനിയുടെ വിജയത്തിൽ നിന്ന് പലതും വായിച്ചെടുക്കാനാണ്. പുതിയ തലമുറ, അത് ജൻസി ആയാലും അതിന് തൊട്ട് മുകളിലുള്ള തലമുറയായാലും, അവരൊരിക്കലും രാഷ്ട്രീയവാദികളല്ല, കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. കക്ഷി രാഷ്ട്രീയത്തിലൊരു പക്ഷേ അവർക്ക് അത്രമേൽ താല്പര്യം പ്രകടിപ്പിച്ചില്ലെന്ന് വരാം. അതിന് ഉത്തരവാദി അവരാണോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മളാണോ എന്നതൊരു ചോദ്യമാണ്. കേരളത്തിലെ പൊതുവെയുള്ള കക്ഷി രാഷ്ട്രീയം സംസാരിക്കാത്ത ഇൻസ്റ്റഗ്രാം ഐ ഡികളുടെ പോലും ബയോ നോക്കിയാൽ മീ വിത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വാട്ടർമെലൻ്റെ ചെറിയൊരു പീസാണ് അവരുടെ പ്രൊഫൈൽ പിക്ചറായി നിൽക്കുന്നത്. ഒരിക്കൽ ഒരു ഗുരു ചോദിക്കുകയാണ്, എന്താണ് തണൽ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കുട്ടികളെ ഓരോരുത്തരായിട്ട് ഓരോ ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിറകിലുള്ളൊരു കുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഗുരു, തണൽ എന്ന് പറഞ്ഞാൽ അത് മരം കൊണ്ട വെയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ തണൽ കൊള്ളുന്നുണ്ടെങ്കിൽ അത് ആരൊക്കെ കൊള്ളുന്ന വെയിലാണ്. രാഷ്ട്രീയം അത് ഏറ്റവും വലിയ വെയിൽ കൊള്ളലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഏറ്റവും വലിയ സേവനം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റുഡൻസ് പൊളിറ്റിക്സിലെ ഒരു നേതാവിനെയാണ് നമ്മൾ ഈ മിഡ് പോയിൻറ്റിൽ സംസാരിക്കുന്നത്. പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാതെ നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. പി കെ നവാസ് സാഹിബ്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ജെൻസി പുതിയ തലമുറ എന്ന് പറയുന്നു. പുതിയ തലമുറ വെച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ പറയാറുണ്ട് ചില ആളുകൾ. അപ്പോൾ അവർ അരാഷ്ട്രീയരാണോ? ഇത് വലിയൊരു ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? അല്ല, പുതിയ തലമുറയെക്കുറിച്ചൊരു പ്രതീക്ഷയില്ലാത്ത ഒരു ചോദ്യമാണ് രാഷ്ട്രീയവാദികളാണോ എന്നുള്ളത്. ഞാൻ അവരെക്കുറിച്ച് വളരെ പ്രതീക്ഷയുള്ള ഒരാളാണ്. കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾ അവർക്കിടയിൽ ഉണ്ടോ എന്ന് നമുക്ക് ഡിബേറ്റ്ഫുള്ളായ ഒരു വിഷയമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ നിലപാട് അവർക്കുണ്ട്. അത് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ, രാജ്യത്തെ ക്യാമ്പസുകളിൽ, ലോകത്തിൻ്റെ ക്യാമ്പസുകളിൽ നമ്മളത് കാണുകയാണ്. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ അനീതി അത് ഫലസ്തീനാണ്. ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ലോകത്ത് നടക്കുന്ന മൂവ്മെൻറ്റുകൾ മുഴുവൻ വിദ്യാർത്ഥികളുടെ മൂവ്മെൻറ്റുകളാണ്. ഇപ്പോൾ ഫ്ലോട്ടില്ലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെയൊക്കെ വിദ്യാർത്ഥികളുടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പുതിയ തലമുറ, അത് ജൻസി ആയാലും അതിന് തൊട്ട് മുകളിലുള്ള തലമുറയായാലും, അവരൊരിക്കലും രാഷ്ട്രീയവാദികളല്ല, കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. ഒരു പക്ഷേ കേരളത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കക്ഷി രാഷ്ട്രീയത്തിലൊരു പക്ഷേ അവർക്ക് അത്രമേൽ താല്പര്യം പ്രകടിപ്പിച്ചില്ലെന്ന് വരാം. അതിന് ഉത്തരവാദി അവരാണോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മളാണോ എന്നതൊരു ചോദ്യമാണ്. എന്നാലും രാഷ്ട്രീയ നിലപാട് അവർക്കുണ്ട്. രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിയുടെ കൊടി പിടിക്കുക എന്നുള്ളതല്ലല്ലോ, ഒരു വിഷയത്തിൽ നിലപാടുണ്ടാവുക എന്നതാണല്ലോ. അപ്പോൾ അവർ കൃത്യമായി നിലപാടുള്ളവരാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഞാനും സപ്പോർട്ട് ചെയ്യാണ്. പൊളിറ്റിക്കലാണ് ഈ പുതിയ തലമുറ. പക്ഷേ അവർക്ക് ഇപ്പോഴുള്ള നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി, അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്യാമ്പസ് പൊളിറ്റിക്സ് നമ്മൾ എടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി പൊളിറ്റിക്സിൽ ഇറങ്ങാൻ താല്പര്യപ്പെടുന്നു. പക്ഷേ പാരൻസിൽ നിന്ന് ഉണ്ടാവാവുന്ന ആദ്യത്തെ ഒരു പ്രതികരണം ഞാൻ വിശ്വസിക്കുന്നത് ഒരു മലയാളി പാരൻറ്റിൽ നിന്ന് അതിൽ കുറച്ച് പ്രശ്നങ്ങളും അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്സ്, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ട്? എവിടെയാണ് നമുക്കൊരു തീർച്ചയായും വിദ്യാർത്ഥി രാഷ്ട്രീയം പ്രത്യേകിച്ചും നവീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനകത്ത് എല്ലാ അർത്ഥത്തിലും നവീകരണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ക്യാമ്പസ് രാഷ്ട്രീയം ഒരു ഘട്ടത്തിൽ നിരോധിക്കപ്പെടണമെന്ന ചർച്ച കേരളത്തിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് എവിടെ നിന്ന് ഉയർന്നു വരുന്നതാണ്? ക്യാമ്പസിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടി ഒരു അക്രമ സ്വഭാവത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് അത് നവീകരിക്കപ്പെടണമെന്നും അത് നിരോധിക്കപ്പെടണമെന്ന് പറയുന്നൊരു ചർച്ച നടക്കുന്നത്. അത് നവീകരിക്കപ്പെട്ടാൽ സർഗാത്മകമായ ഇടപെടലുകളുള്ള, വാദപ്രതിവാദങ്ങൾ നടക്കുന്ന, സംവാദങ്ങൾ നടക്കുന്ന, ഒരു പക്ഷേ നമ്മളെ തന്നെ തിരിച്ചറിയാൻ, വിദ്യാർത്ഥിക്ക് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അത്തരം രാഷ്ട്രീയമായ ഇടപെടലുകൾക്ക് സാധ്യമാവും. ഇപ്പം നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് പൊതുവേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വലിയ പിന്തുണ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ്. എന്നാൽ കേരളത്തിൽ തന്നെ ചില കേന്ദ്ര സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ IIT-കൾ, IIM-കൾ. അവിടെയൊന്നും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഇടങ്ങളാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ക്യാമ്പസും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സർക്കാർ കോളേജും എടുത്ത് പരിശോധിച്ചാൽ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് അക്കാദമിക്കലി ഒരു പക്ഷേ വലിയ മുന്നേറ്റം നടത്താൻ അത്ര സ്ഥാപനങ്ങൾ കഴിഞ്ഞേക്കാം. പക്ഷേ ഒരു അക്കാദമിക് ആയ ഒരു മുന്നേറ്റം മാത്രമല്ലല്ലോ വിദ്യാർത്ഥിയിൽ ഉണ്ടാകേണ്ടത്. അവൻ്റെ സമൂഹത്തെക്കുറിച്ച് പഠിക്കണം, സാമൂഹിക ചുറ്റുപാടുകളെക്കുറിച്ച് പഠിക്കണം, അവൻ്റെ ജീവിക്കുന്ന കാലത്ത് അവൻ ഏറ്റെടുക്കേണ്ട മുദ്രാവാക്യങ്ങൾ ഏതാണെന്നതിനെക്കുറിച്ച് അവന് ബോധ്യം ഉണ്ടാകണം. അങ്ങനെ ഒരു പരിശോധന നടത്തിയാൽ ഇത്തരം ഈ പറയുന്ന സ്ഥാപനങ്ങളെന്ന് പറയുന്നത് പരാജയമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. അതിപ്പോൾ കോഴിക്കോട് IIM-മായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെക്കുറിച്ച് നമുക്കറിയാം, IIT-യുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്കറിയാം. അവിടെ ഉണ്ടാകുന്ന അധ്യാപികയുടെ പെരുമാറ്റം, അതിൽ നിശബ്ദമാകുന്നൊരു പറ്റം വിദ്യാർത്ഥികൾ, ആ ക്യാമ്പസിൻ്റെ ചുറ്റുമതിൻ്റെ പുറത്ത് നിന്ന് മറ്റു വിദ്യാർത്ഥി സംഘങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യത്തെ നോക്കി നിൽക്കേണ്ടവർ മാത്രമായി അവർ മാറുന്നത്, അത്രയും നിഷ്ക്രിയരായി അവർ പോയത്
ഒരു രാഷ്ട്രീയമായ ഒരു ബോധം, രാഷ്ട്രീയമായ ഇടപെടൽ അവരില്ലാതെ പോകുന്നതുകൊണ്ടാണ്. നേരത്തെ നിങ്ങൾ ആദ്യം ചോദിച്ച അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് ഇത്തരം ചില ക്യാമ്പസുകളുടെ അതിർവരമ്പുകൾക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതും കേരളത്തിൻ്റെ പൊതുവിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ, ലോകത്തെ പൊതു വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ അപ്പുറത്തേക്ക് സഞ്ചരിക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിജിറ്റൽ ആക്ടിവിസം വളരെ സജീവമാണല്ലോ. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങുകൾ ഇതെല്ലാം ഇപ്പോൾ ഗസക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ടൊരു കണക്ഷൻ ഇല്ലാത്തതാണോ ആളുകളുടെ ഒരു ആക്ഷേപത്തിന് കാരണം? ഇനി ഒരു ഭാവി എന്തായിരിക്കും ഇതിൻ്റെ ഒരു ദിശ? അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാൻ? ആ ചോദ്യത്തോട് പറയുമ്പോൾ തന്നെ കൂട്ടി പറയും, നമ്മൾ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, പുതിയ തലമുറ അവർ രാഷ്ട്രീയമായി ഇടപെടൽ നടത്തുന്നവരാണോ എന്ന്. നോക്കൂ, നമ്മളൊക്കെ ക്യാമ്പസിൽ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുമായി ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡികളൊക്കെ പരിശോധിക്കുമ്പോൾ ഞാൻ പെൺകുട്ടികളെന്ന് പറയാൻ കാരണം ഒരു പക്ഷേ ക്യാമ്പസിൽ പിന്നെ ഭൂരിപക്ഷം ഇപ്പോൾ പെൺകുട്ടികളാണ്. അപ്പോൾ ക്യാമ്പസിൻ്റെ ഒരു പൊതുവികാരം നമുക്ക് പെൺകുട്ടികൾ നിന്നാണ് പെട്ടെന്ന് കിട്ടുക. കാരണം ഒരു 100 പേരുള്ള ക്യാമ്പസിൽ 70 പേരും 75 പേര് പെൺകുട്ടികളായിരിക്കും. അതിപ്പോഴത്തെ ഒരു ക്യാമ്പസിൻ്റെ സ്വഭാവമാണ്. പെൺകുട്ടികളായ ആളുകൾ പോലും രാഷ്ട്രീയം, കേരളത്തിലെ പൊതുവെയുള്ള കക്ഷി രാഷ്ട്രീയം സംസാരിക്കാത്ത ഇൻസ്റ്റഗ്രാം ഐ ഡികളുടെ പോലും ബയോ നോക്കിയാൽ മീ വിത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ അവർക്ക് മടിയില്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കാൻ അവർക്ക് മടിയില്ല. ഒരു പക്ഷേ ഒരു വാട്ടർ മെലൻ്റെ ചെറിയൊരു പീസാണ് അവരുടെ പ്രൊഫൈൽ പിക്ചറായി നിൽക്കുന്നത്. അതൊരു പൊളിറ്റിക്കലി അവരുടെ നിലപാടാണ്. അപ്പോൾ ഈ പുതിയ കാലത്ത് പുതിയ വിദ്യാർത്ഥികൾ അവർക്ക് സംവദിക്കാൻ കഴിയുന്ന പുതിയ മേഖലയിൽ ഒരുപക്ഷെ അങ്ങാടിയിൽ നിശബ്ദരാകുന്നവർ, ക്ലാസ് മുറിയിൽ നിശബ്ദരാകുന്നവർ, എന്നാൽ അവർക്ക് പറയാൻ കഴിയുന്ന സ്പേസുകളിലൊക്കെ അവരത് പറയുന്നുണ്ട്. അവിടെയും നിശബ്ദമായിക്കൂടാ എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അവിടെയും ശബ്ദിക്കാൻ അവർക്ക് കഴിയണം. അങ്ങനെ ഏറെക്കുറെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ കാലത്ത് അവർക്ക് ഇടപെടാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഇടപെടലുകൾ അത്തരം ഘട്ടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ലോകത്തെ തന്നെ വിദ്യാർത്ഥി മുന്നേറ്റങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ പുതിയ കാലത്തൊരു ഡിജിറ്റൽ സംവിധാനങ്ങളുടെ അക്കൗണ്ടുകളുടെയൊക്കെ ഒരു ഉപയോഗം വലിയ രൂപത്തിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, 1ാം മോഡി ഗവൺമെൻറ് കാലം പൂർത്തീകരിച്ച് 2ാം മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു UPA ഗവൺമെൻറ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സംവിധാനം അധികാരത്തിൽ വരും. സ്വാഭാവികമായി 2ാം മോഡി ഗവൺമെൻറ് വന്നു. അന്ന് ഇന്ത്യയിലുണ്ടായ ഒരു ശൂന്യതയുണ്ട്, ഒരു നിരാശയിൽ പൂണ്ടൊരു ശൂന്യത. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ മുതിർന്ന നേതാക്കന്മാർ പോലും നിശബ്ദത പാലിക്കുമ്പോൾ രാജ്യത്തെ ക്യാമ്പസുകളാണ് ഒരു പുതിയ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് തെരുവിലേക്ക് വരുന്നത്. അപ്പോൾ അത് രൂപപ്പെട്ടു വന്നത് ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളാണ്. അവർ ഇനി ഇത് ഡിജിറ്റൽ മീഡിയയിൽ മാത്രമല്ല, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ സ്പേസുകളിൽ മാത്രമല്ല, അത് തെരുവിലും പറയാൻ സമയമായിട്ടുണ്ട് എന്നവരുടെ ബോധ്യമാണ് രാജ്യത്തിൻ്റെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് രാജ്യത്തിൻ്റെ തെരുവിലേക്ക് ഈ പറയുന്ന NRC-CA പോലുള്ള സമരങ്ങളുടെയൊക്കെ ഘട്ടത്തിൽ അത്തരം അവരുടെ ഭാഗത്തു നിന്നുള്ള സമരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ മീഡിയയും ഉപയോഗിക്കാൻ അവർ തയ്യാറാണ്. അവരുടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇടം ഡിജിറ്റൽ മീഡിയ ആകുമ്പോൾ അവിടെയാണ് അവർ കൂടുതൽ ക്രിയാത്മകമായും സർഗാത്മകമായും ഇടപെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ ജൻസി വിപ്ലവം ശ്രദ്ധിച്ചിരുന്നോ? എന്താണ് അതിനെക്കുറിച്ച്? നേപ്പാളിലെ ജൻസി വിപ്ലവം എന്നൊരു 2 തരത്തിലുള്ള വായനകൾ അവിടെ ചില അതിനെ സ്വാഭാവികമായ ഒരു പുതിയ തലമുറയുടെ പ്രതികരണശേഷി ഇല്ലാത്തൊരു തലമുറയ്ക്ക് ഒരു ഭരണകൂടത്തെ പോലും സ്ഥാനഭ്രഷ്ടമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ശക്തി അവർക്കുണ്ട് എന്ന് തെളിഞ്ഞ ഒരു ഭാഗത്ത്. 2, അതിൽ പലരും നടത്തിയ ചില ആക്ടിവിറ്റികൾ, ചില പ്രതികരണങ്ങൾ അത് പുതിയ കാലത്ത് പാടില്ലാത്തതാണ് എന്ന് പറയുന്നൊരു വായനയുണ്ട്. പക്ഷേ ഞാനതിനെ കാണുന്നത് നീതികേട് കാണിക്കുന്നിടത്ത് ഒരു പറ്റം ആളുകൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നു. പ്രതികരണ രീതിയിലും ശൈലിയിലും നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ പ്രതികരിക്കാൻ കഴിയുന്നൊരു തലമുറയായി നമ്മൾ മാറി. ഇപ്പോൾ നേപ്പാളിൽ മാത്രമല്ല, ശ്രീലങ്കയിൽ അതുണ്ടായിട്ടുണ്ട്, നമ്മുടെ ബംഗ്ലാദേശിൽ അതുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ അടുത്ത ദിവസം അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ മൂവ്മെൻറ്റുകൾ നടന്നതായി നമ്മൾ ശ്രദ്ധയിൽ വന്നു. അപ്പോൾ ഭരണകൂടങ്ങൾ നീതികേട് കാണിക്കുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത ഒരു ആളുകൾ അതിൻ്റെ പ്രതികരണം ഉയർന്നു വരുന്നത് ഈ ജനജനിൽ. ഇപ്പം നമുക്കറിയാലോ, ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി വോട്ട് ചോരി ഇത്ര ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ലോകത്തൊരു കള്ളത്തരത്തെ തുറന്നു കാണിക്കാൻ കഴിയും. അത്രയും ക്രിസ്റ്റൽ ക്ലിയറായിട്ട് അദ്ദേഹം കാണിക്കാൻ. അപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ ഡേയിലൊക്കെ പറയുന്നത് ജനജനെ കുറിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പോൾ സെഹ്റാൻ മംദാനിയുടെ വിജയത്തെ ആഘോഷിക്കുന്ന ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ അത് ആഘോഷിക്കുക മാത്രമല്ല, ഇവിടെ സെഹ്റാൻ മംദാനിയെ പോലെ ഒരാൾ പൊരുതുന്നുണ്ട്, അയാളുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കേണ്ടത്, അയാൾക്ക് പിന്തുണ കൊടുക്കേണ്ടതുണ്ട്, അവിടെ ഒരു പുതിയ സമര പോരാട്ടം ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് പറയുന്ന രൂപത്തിലേക്ക് കൂടി നമ്മൾ ആ ന്യൂയോർക്ക് സിറ്റിയിലെ മേയർ സ്ഥാനത്തേക്കുള്ള സെഹ്റാൻ മംദാനിയുടെ വിജയത്തെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ വായിച്ചെടുക്കണ്ടേ എന്നൊരു തോന്നൽ കൂടി നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജെൻസെറ്റിൻ്റെ പോരാട്ടങ്ങൾ
എന്തുകൊണ്ടും അനീതിക്കെതിരെയുള്ള നീതിക്ക് വേണ്ടിയുള്ള ഒരു പൊരുതലാണ്. പക്ഷേ ആ പൊരുതുന്ന രീതിയിൽ പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വ്യത്യസ്തങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ശരി തെറ്റിനെ കുറിച്ച് സൂചിപ്പിക്കാനല്ല. അപ്പോൾ അതിൽ അവർ ആരായിരിക്കണം അവരുടെ പ്രസിഡന്റ് എന്നുള്ള തീരുമാനത്തിലേക്ക് അതെ ഒരു ഡിസ്കോഡിലാണ് അവർ വോട്ട് ഇടുന്നത്. അതെ അതെ അപ്പോൾ ഡിസ്കോഡ് ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒരുപാട് നമ്മൾക്ക് പോപ്പുലർ അല്ലെങ്കിലും നമ്മളെ താഴെക്കിടയിലുള്ള കുട്ടികൾക്കൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ സ്പേസാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ സ്പേസുകൾ നമ്മൾ മനസ്സിലാക്കുക, അവിടെ കൂടി ഇടപെടാൻ നമ്മൾക്ക് പറ്റും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ മംതാനിനെ പരാമർശിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചയുടെ പ്രധാന ഭാഗത്തിലേക്ക് എത്താം. അത് MSFനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ASF കഴിഞ്ഞാൽ തന്നെ ASF ആണ് ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ളത്. പിന്നീട് അതുപോലെ പാരമ്പര്യവും ചരിത്രവും അവകാശപ്പെടാനുള്ള പ്രസ്ഥാനമാണ് സത്യത്തിൽ MSF എന്നുള്ളത്. അപ്പോൾ MSF മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. അപ്പോൾ ഞാൻ പറയാം, സൊഹ്റാൻ മംദാനി ഒരു ഇസ്ലാമോഫോബിയ നമ്മുടെ കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ മംദാനിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഒരു മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനിലെ ഭാഗമായിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയൊക്കെയാണ് ഇനി പുതിയ കാലത്തെ രാഷ്ട്രീയം? MSFകാർ എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യൻ ജനതയ്ക്ക് മംദാനിയുടെ വിജയത്തിൽ നിന്ന് പലതും വായിച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ മംദാനി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രം അത് അമേരിക്കയാണ്, നമ്മൾ നിൽക്കുന്ന രാഷ്ട്രം ഇന്ത്യയാണ്. ഈ രണ്ട് രാഷ്ട്രങ്ങളും ചില സാമ്യതകളുണ്ട്. ഒരു വലതുപക്ഷ ചിന്തയുള്ള ഒരു ദേശരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണാധികാരി ചിന്തിക്കുന്നത്. അതേ ചിന്തയാണ് അമേരിക്കൻ ഭരണാധികാരിയുടെയും ചിന്ത. ഈ രണ്ടുപേരും ഒരു ഏകാധിപത്യ സ്വഭാവത്തിൽ പോകുന്ന രണ്ട് ഭരണാധികാരികളാണ്. ഈ രണ്ടുപേരും തരാതരം ആവശ്യത്തിന് ഇസ്ലാമോഫോബിയയെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുന്ന രണ്ട് ഭരണകൂടങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യൻ ജനങ്ങൾക്ക് മംദാനിയുടെ വിജയത്തിൽ നിന്ന് പലതും വായിച്ചെടുക്കാനുണ്ട്. സ്വാഭാവികമായി അത് രൂപപ്പെടുത്തി വന്നിട്ടുള്ള പിന്നെ അവരുടെ പ്രതികരണങ്ങൾ, ഒരു 33 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ആ രാജ്യത്തെ ഒരു ഭരണാധികാരിയെ, ഇപ്പോൾ നമുക്കറിയാലോ, ആ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് 2 ദിവസം മുമ്പാണ് സഹ്റാൻ മംദാനിയെ നിങ്ങൾ വിജയിപ്പിച്ചാൽ ഞങ്ങളുടെ ഫെഡറൽ ഫണ്ടിൽ നിന്ന് തരുന്ന പണമല്ല, അതിന് മിനിമം എമൗണ്ട് അല്ലാതെ ഒരു നയാ പൈസ പോലും അധികം തരില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുള്ള സഹ്റാൻ മംദാനിയെ വിജയിപ്പിച്ചാൽ ഞങ്ങളുടെ ഫെഡറൽ ഫണ്ടിലെ മിനിമം എമൗണ്ട് അല്ലാതെ മറ്റൊരു തുകയും തരില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു ജനത ന്യൂയോർക്ക് സിറ്റിയിൽ ഉണ്ടാവുകയും ആ ജനതയുടെ നേതാവായി സഹ്റാൻ മംദാനി മാറുകയും ചെയ്യുമ്പോൾ ഞാൻ കേരളത്തെക്കുറിച്ചാണ് ആലോചിക്കാറ്. 1200 കോടി രൂപ നിങ്ങളിത് ഒപ്പിട്ടില്ലെങ്കിൽ PMCയിൽ ഒപ്പിട്ടില്ലെങ്കിൽ തരില്ല എന്ന് മോഡി പറയുമ്പോൾ ഞാനിത് ഒപ്പിടാൻ മാത്രമല്ല, ഞങ്ങൾ ഒപ്പിടാമെന്ന് ഉറപ്പ് തരികയും ഒപ്പിടുകയും അത് ആരോടും പറയാതെ രഹസ്യമായി നിങ്ങളുടെ RSSൻ്റെ കാര്യാലയത്തിൽ കൊണ്ടുതരികയും ചെയ്യാം എന്ന് പറയുന്ന ഭരണാധികാരി കേരളത്തിലുണ്ട് എന്നതാണ്. അപ്പോൾ സഹ്റാൻ മംദാനിയുടെ വിജയത്തെ നമ്മൾ വായിക്കുമ്പോൾ കേരളത്തിനോടും ഇന്ത്യയോടൊക്കെ താരതമ്യപ്പെടുത്തി വായിക്കുമ്പോൾ പലതും നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ സഹ്റാൻ മംദാനിയെക്കുറിച്ച് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായ പിന്നെ മേയർ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ആഘോഷിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുക, ഈ സഹ്റാൻ മംദാനിയിൽ നിന്ന് ഇടതുപക്ഷക്കാരന്, CPMകാരന്, SFIക്കാർക്കൊക്കെ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് ഒരു നയാ പൈസ അധികം തരില്ലെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ നിലപാടാണ് പ്രധാനം എന്നതാണ് ന്യൂയോർക്ക് സിറ്റിയിലെ ജനങ്ങളും സഹ്റാൻ മംദാനിയിൽ നിന്നും ഈ പിണറായി വിജയൻ്റെ ഭരണകൂടത്തിന് കീഴിലുള്ള ഇടതുപക്ഷക്കാർക്കും അതുപോലെ തന്നെ SFIക്കാർക്കൊക്കെ വായിക്കാനും പഠിക്കാനും ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. PM ശ്രീ, അത് നമ്മൾ പ്രധാന വിഷയമാണ്. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് മംദാനി മംദാനി നമ്മൾ ചർച്ച ആയതുകൊണ്ട് തോന്നാം. മംദാനി എന്ന് പറയുമ്പോൾ അവിടെ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ച് തുടങ്ങുന്നു. ഇമ്പോസിബിൾ ആണെന്ന് എല്ലാവരും വിചാരിക്കുന്നു. ആ ഒരു ചെറുപ്പക്കാരൻ വിജയിക്കുന്നതിൽ ഇമിഗ്രൻ്റാണ്, മുസ്ലിമാണ്. പിന്നെ നിരന്തരം മുസ്ലിം പരാമർശങ്ങൾ, വിദേശ പരാമർശങ്ങളും വംശീയ പരാമർശങ്ങളും നിരന്തരം നടത്തുന്നുണ്ട്. പക്ഷേ ആ സമയത്തും അത് സ്വന്തം ഐഡൻറ്റിറ്റി എന്നുള്ളത്, മുസ്ലിം ഐഡൻറ്റിറ്റി എന്നുള്ള അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലിപ്പോൾ സവിശേഷമായിട്ട് മുസ്ലിങ്ങൾ ആ ഒരു പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, വേട്ടയാടപ്പെടുന്നു പലതരത്തിൽ. ഇപ്പോൾ ഒരു ബ്ലാസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ രാജ്യം നെട്ടലോടുകൂടി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് പോയി നമ്മുടെ ചാനൽ ചർച്ചകൾ നമ്മൾ കാണുന്നത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള നല്ല വംശീയ പരാമർശങ്ങൾ നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ മംദാനി സ്വന്തം ഐഡൻറ്റിറ്റി ഒരു കോംപ്രമൈസും ചെയ്യാതെ ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അപകർഷത ആവശ്യമില്ല എന്നൊരു മെസ്സേജ് കൃത്യമായിട്ട് നൽകുന്നില്ല. അല്ല, തീർച്ചയായും അത് മംദാനി പറയുന്നതിന് മുമ്പേ ആ അപകർഷത ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. അത് മംദാനി പറഞ്ഞു എന്നതുകൊണ്ട് അപകർഷത ഇല്ല എന്നുള്ളതല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ CH തന്നെയാണ്. നമുക്ക് ഏറ്റവും പ്രചോദിതമായത് CH മുഹമ്മദ് കോയ സാഹിബ് തന്നെയാണ്. ഏത് വലിയ വേദിയിലായാലും ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുണ്ടായിരുന്നില്ല. അത് മംദാനി പറയുന്നതിനേക്കാൾ 1000 പിന്നെ ഒച്ചത്തിൽ
അതിനേക്കാൾ വലിയ ജനക്കൂട്ടത്തോട് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ അനുയായികളായ നമുക്ക് മമദാനിയിൽ നിന്ന് അങ്ങനെ ഒരു പ്രചോദനം ഉൾക്കൊള്ളേണ്ടതില്ല. പക്ഷേ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാം. പുതിയ കാലത്ത് ഇങ്ങനൊരു ചെറുപ്പക്കാരൻ പറയുന്നുണ്ടേ എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് കൊണ്ടുവരാൻ, കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളുടെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് അങ്ങനെ ചിന്തിക്കാം. മറ്റൊരു കാര്യം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹം ആ രാജ്യത്ത് ന്യൂയോർക്ക് എന്ന് പറയുന്ന ആ സിറ്റിയുടെ വൈവിധ്യങ്ങളെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, പിന്നെ മെക്സിക്കൻ ഡ്രൈവർമാരെ, അതോടൊപ്പം തന്നെ നമ്മുടെ യമനി അമ്മമാരെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുടിയേറ്റം നടക്കും. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനെ പരാമർശിക്കുന്നു, എത്യോപ്യയെ പരാമർശിക്കുന്നു, സംസാരങ്ങൾ. അതെ. അപ്പോൾ ആ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അവിടുത്തെ മതപരമായ സ്വത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ആ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. എനിക്കിങ്ങനെ തോന്നാറുണ്ട്, ഇതന്നല്ലേ രാഹുൽ ഗാന്ധി ജോഡോ യാത്രയിലൂടെ നിരന്തരമായി സംസാരിച്ചത്? എല്ലാ ദേശങ്ങളിലും കടന്നുപോയി എല്ലാ മതങ്ങളെയും, എല്ലാ വിഭാഗങ്ങളെയും, എല്ലാ ഭാഷ സംസാരിക്കുന്ന ആളുകളെയൊക്കെ ചേർത്ത് വെക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. എനിക്കെപ്പോഴും മംദാനിയുടെ വിജയത്തെ ആഘോഷിക്കുന്ന ഞാൻ അതിനേക്കാൾ വലിയൊരു വിജയം വരും നാളുകളിൽ ഇന്ത്യ നേടും എന്നൊരു പ്രതീക്ഷയാണ് ശരിക്ക്. ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റിയിലെ കുറഞ്ഞ എണ്ണം ആളുകൾക്കിടയിലാണ് മംദാനി അത് ഉണ്ടാക്കിയതെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒരു രാജ്യത്തിനകത്ത്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിനകത്ത് രാഹുൽ നടത്തുന്നൊരു പോരാട്ടം, അതൊരു പക്ഷേ കുറച്ച് സമയമെടുത്താലും അങ്ങനെയൊരു ലോകത്തിന് ചൂണ്ടിക്കാണിക്കാവുന്ന ന്യൂയോർക്ക് സിറ്റിയെ ചൂണ്ടി ലോകം സംസാരിക്കുന്നത് പോലെ നാളെ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച്, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുമായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെക്കാറുണ്ട്. ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളിൽ ഒന്നൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാലറ്റ് വോട്ടെടുപ്പാണ് അവിടെ നടക്കുന്നത്. അതേ സമയത്താണ് ഇന്ത്യയിൽ ഈ പറയുന്ന മെഷീൻ ബാലറ്റിൻ്റെ ദുരന്തത്തെക്കുറിച്ച് രാഹുൽ പത്രസമ്മേളനം നടന്നത്. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികൾക്ക് ഇതിലെന്തെങ്കിലും കൗതുകമുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ട ഒന്നാണ്. ഒരു ഭാഗത്ത് ബാലറ്റ് രാഷ്ട്രീയത്തിൻ്റെ സൗന്ദര്യം കാണുകയും മറുഭാഗത്ത് ഈ പറയുന്ന വോട്ടിംഗ് മെഷീനിൻ്റെ ദുരന്തം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരേ ദിവസം, രണ്ടും സംഭവിക്കുന്നത് ഒരേ ദിവസമാണ്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പ്രസ് മീറ്റ് 3rd വേർഷൻ നടക്കുന്നതും അതുപോലെ തന്നെ മംദാനിയുടെ വിജയാഘോഷം നടക്കുന്നു. അപ്പോൾ ഒരു ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ചില വായനകളുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു ഇൻട്രസ്റ്റിംഗ് പോയിൻ്റാണ്. ഇപ്പോൾ നമ്മൾ PM ശ്രീയിലേക്ക് വരാം. ഇപ്പോൾ MSF നടത്തിയ ഒരു സമീപ പോരാട്ടങ്ങൾ, മണ്ഡലം തലം മുതൽ ശാഖ മുതൽ പിന്നെ സംസ്ഥാന തലം വരെ ശക്തമായ പോരാട്ടങ്ങൾ അപ്പോൾ UDSFിൻ്റെ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ എന്താണ് PM ശ്രീയിൽ ഇപ്പോഴും അതിനെ സംശയത്തോടു കൂടി അതിലെന്താണ് പ്രശ്നം എന്ന നിലക്ക് നോക്കിക്കാണുന്നവരുണ്ട്? അല്ല, അതിൽ PM ശ്രീ യഥാർത്ഥത്തിൽ നമ്മളത് പരിശോധിക്കേണ്ടത്, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, RSS അവരുടെ അജണ്ട സെറ്റ് ചെയ്തപ്പോൾ ഒരു 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ അല്ലല്ലോ, RSS അറ്റ് 100 അല്ലേ, 100 വർഷത്തേക്ക്. അതിൻ്റെ അവസാനത്തെ ടേമാണ് ഈ പറയുന്ന 1926 മുതൽ 2026 വരെയുള്ള. എന്ന് വെച്ചാൽ ലാസ്റ്റ് ലാപ്പിലേക്ക് അവർ നീങ്ങുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പരിശോധിക്കാം, ഇറ്റലിയും ജർമ്മനിയൊക്കെ എടുത്താൽ അവിടെ എങ്ങനെയാണ് ആ രാജ്യത്തെ സമ്പൂർണ്ണമായി ഈ ഭരണാധികാരികൾ കീഴ്പ്പെടുത്തിയത്? ലോകത്ത് ഹിറ്റ്ലറും മുസോളിനിയാണല്ലോ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട 2 ദ്വന്ദ്ങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, ഏകാധിപത്യത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഗന്ധങ്ങൾ. അവരത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് അവിടെ ആ രാജ്യങ്ങൾ, ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ അവരുടെ വിദ്യാഭ്യാസ വിചക്ഷണം, നെപ്പോളെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്തി. ആ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്തി ക്ലാസ് മുറികളിലേക്ക് അവരുടെ അജണ്ട ചെന്നപ്പോഴാണ് ഒരു രാജ്യം പൂർണ്ണമായി അവരുടെ കാൽക്കീഴിലേക്ക് വന്നത്. എന്ന് വെച്ചാൽ നാളെയുടെ രാജ്യത്തിൻ്റെ യുവത്വം ഇരിക്കുന്നത് ഇന്നത്തെ ക്ലാസ് മുറികളിലാണ്. ഈ നാളത്തെ ഇന്ത്യ ഇരിക്കുന്ന ഇന്നത്തെ ക്ലാസ് മുറിയിലാണ്. ആ ഇന്ത്യയുടെ ക്ലാസ് മുറികളെ മുഴുവൻ കാവ്യവൽക്കരിച്ച് കൊണ്ടുവരുന്നൊരു ഘട്ടത്തിലാണ് കേരളം ഒരു പ്രതിരോധം തുരുത്തായി ഇവിടെ ഇങ്ങനെ നിന്നത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഗാന്ധിയെ വെടിവെച്ച് കൊന്നതല്ല ഓട്ടോ ഇടിച്ച് മരിച്ചതാണ് എന്നൊരു ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചാൽ ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ ഗാന്ധി ഓട്ടോ ഇടിച്ച് മരിച്ചതാണ് എന്ന് പറയുന്നൊരു ജനറേഷൻ വരും. അതിന് വിരുദ്ധമായി കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ക്യാമ്പസുകളിൽ നിന്ന് അതിന് വിരുദ്ധമായ ശബ്ദമുയരുന്നത് അവർ പഠിച്ചു വരുന്ന വിദ്യാഭ്യാസപരമായി നേടിയെടുക്കുന്ന അറിവിനെ അതിനവർ പൊതുസമൂഹത്തോട് സംസാരിക്കാൻ തയ്യാറാകുമ്പോഴാണ്. യഥാർത്ഥ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൺ ഓഫ് ദി ലാസ്റ്റ് സ്റ്റെപ്പാണ് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ക്ലാസ് മുറികളെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവർ അവസാനത്തെ ഒരു സ്റ്റെപ്പാണ് NEP എന്ന് പറയുന്നത്. അതിന് കേരളം കീഴ്പ്പെട്ടു കൊടുത്തു എന്നാണ് യഥാർത്ഥത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് 1200 കോടി രൂപക്കാണ് ഒരു രാജ്യം എല്ലാ അർത്ഥത്തിലും
ഒരു ഭരണകൂടത്തിന് കീഴിലേക്ക് ഒരു നാടിനെ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഈ 1200 കോടിക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ക്ലാസ് മുറികളെ മുഴുവൻ ഈ പറയുന്ന നാഗ്പൂർ സ്പോൺസേഡ് സ്മാർട്ട് റൂമുകളാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ കേരള ജനതയോട് പൊറുക്കാനാവാത്തൊരു തെറ്റാണ്. ഇപ്പോൾ RSSുമായി ഇടതുപക്ഷത്തിൻ്റെ ചേർത്തുനിൽപ്പിനെക്കുറിച്ച് നമുക്ക് നല്ലവണ്ണം അറിയാം, കേരളത്തിലെ പോലീസിംഗ് സിസ്റ്റത്തെക്കുറിച്ചും എല്ലാം നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ സംഭവിച്ചിട്ടുള്ളത് അത് ഒരുപക്ഷേ ഈ പോലീസിംഗ് സിസ്റ്റം നാളെ മറ്റൊരു ഭരണകൂടം വന്നാൽ നമുക്ക് മാറ്റാം. പക്ഷേ ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ള ഇനിയൊരു ഭരണകൂടത്തിനും മാറ്റാൻ കഴിയാത്ത വിധം കേരളത്തിലെ ക്ലാസ് മുറികളെ അവർ പൂർണ്ണമായി കൊടുക്കുകയാണ് ചെയ്തത്. അത് തിരുത്താൻ സർക്കാർ തയ്യാറാകണം എന്നാണ് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് SFIയെക്കുറിച്ചാണ്. ഇപ്പോൾ SFI കേരളത്തിൽ വലിയ RSS വിരുദ്ധ സമരം നടത്തുന്നു, ഗവർണർ വിരുദ്ധ സമരം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ സമരപ്രഖ്യാപനം നടത്തിയ ആളുകളാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് മാപ്പ് പറയേണ്ട ഒരു വിഷയമാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെ സമൂലമായ എല്ലാ അർത്ഥത്തിലും RSSകാരന് കൊണ്ടുപോയി കൊടുക്കുന്ന കാവ്യവൽകൃതമാകുന്ന ഒരു വിദ്യാഭ്യാസ നയം കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ ഒരു വരി കൊണ്ടുപോലും പ്രതിഷേധിക്കാൻ കഴിയാത്തൊരു കൂട്ടരായി SFI മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ SFIയുടെ പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രസംഗം, ഇതിന് മുമ്പ് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞങ്ങൾ ജമ്മു കാശ്മീരിൻ്റെ താഴ്വരയിലായാലും ഞങ്ങൾ ഐസിൽ വീണ് ഉറച്ചു നിൽക്കുകയാണെങ്കിലും ഒരു അനീതി കാണുമ്പോൾ ഞങ്ങളുടെ രക്തം തിളയ്ക്കും, ആ രക്തം തിളയ്ക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മഞ്ഞുപാളികളൊക്കെ ഉരുകി ഒലിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ PMശ്രീയുമായി ബന്ധപ്പെട്ട് ദേശീയ വിദ്യാഭ്യാസ നയം ഒപ്പിടുമ്പോൾ SFIക്കാരനൊക്കെ ഫ്രീസറിൽ കടന്ന് ജീർണിച്ച് അതിൻ്റെ ദുർഗന്ധം കൊണ്ട് കേരളം മൂക്ക് പൊത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലേക്ക് ചേർത്ത് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ SFI എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷത്തെ മൊത്തത്തിലെടുക്കാതെ തന്നെ ഇപ്പോൾ SFIയിൽ നിന്ന് തന്നെ വളരെ വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ, അഥവാ ഒരു RSS നിന്ന് മാത്രം നമ്മൾ കേട്ടിരുന്ന സംസാരങ്ങൾ നിരന്തരം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പി കെ നവാസുമായി ബന്ധപ്പെട്ട് തന്നെ ഏറ്റവും വലിയ ഒന്നാം നമ്പർ വർഗീയവാദിയാണ് കേരളത്തിലെ. പിന്നെ MSF എന്ന് പറയുന്ന പ്രസ്ഥാനം, ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഒന്നാം നമ്പർ വർഗീയ സംഘടനയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഇടതുപക്ഷത്തിന്, അതൊരു RSSൻ്റെ ഒരു വ്യക്തി പറയുന്നത് നമുക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം അത് പറയുമ്പോൾ അതെന്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്? ഇത് ഇടതുപക്ഷത്തിൽ നിന്ന് മൊത്തത്തിൽ ഉണ്ടാകുന്നതാണല്ലോ. അതെ. അല്ല, സ്വാഭാവികമായി ഈ അടുത്ത കാലത്ത് ഇടതുപക്ഷത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു പിന്നെ ഹിന്ദുത്വ അജണ്ട രൂപപ്പെട്ട് വരുന്നുണ്ട് ഈ CPMനകത്ത്, SFIക്കകത്ത്, അതൊരു വളരെ യാഥാർത്ഥ്യമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നാണ് SFI ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം. ഇപ്പോൾ SFIയുടെ നേതാക്കന്മാർ 7 പത്രസമ്മേളനം നടത്തിയാലും അവർ 3 വാചകങ്ങൾ പറയും. ഒന്ന്, MSF, വർഗീയത, ജമാഅത്തെ ഇസ്ലാമി. ഇത് മൂന്നും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഒരു ബന്ധമില്ലാത്ത 3 സാധനങ്ങളാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയല്ല, അവർ കേരളത്തിലെ രാഷ്ട്രീയ സംഘടനയല്ല. അതെന്തിനാണ് ക്യാമ്പസിലേക്ക് കൊണ്ടുവരുന്നത്? MSFൻ്റെ M നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് പറഞ്ഞത് MSFലെ മുസ്ലിം, അത് കഴിഞ്ഞ ഒരു വർഗീയത. അങ്ങനെയുണ്ടോ? ഒരു പേര് നോക്കിയിട്ടാണോ നമ്മൾ വർഗീയത തീരുമാനിക്കുന്നത്? ഇപ്പോൾ ഞാൻ MSFൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, എൻ്റെ പേര് നവാസ് എന്നാണ്, അതൊരു മുസ്ലിം പേരാണ്. പേര് നോക്കിയാണോ എന്നെ വർഗീയത? അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആരെയാണ് അങ്ങനെ നിർണ്ണയിക്കാൻ കഴിയാത്തത്? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വിവരക്കേടാണ്. അത് വിവരമില്ലായ്മ എന്ന് പറയണോ അതോ അറിവില്ലായ്മ മനഃപൂർവ്വം സംഭവിക്കുന്ന ഒന്നായിട്ടല്ലേ നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് വിവരക്കേടിനെ അവർ ഒരു ആയുധമായി ഉപയോഗിച്ചതാണ് എന്നാണ് എൻ്റെ വാദം. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഒരു തുടക്കം മുതലുള്ള ഒരു സാരം പരിശോധിച്ചാൽ അവർ 1-2 വിവരക്കേട് പറഞ്ഞു. ആ വിവരക്കേട് പ്രത്യേകിച്ച് പിന്നെ RSS പറയേണ്ടത്, ABVP പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞപ്പോൾ എവിടുന്നോ 4 കയ്യടി കിട്ടി. ഇതൊരു നല്ല കൊള്ളാം, ഇതൊരു നല്ല കാര്യമാണ്, 4 കയ്യടി കിട്ടുന്നുണ്ടല്ലോ എന്ന് കരുതി. കയ്യടി കണ്ടിട്ട് അവരിത് വീണ്ടും പറഞ്ഞു, 4 ലൈക്ക് അധികം കിട്ടുന്നുണ്ട്, അപ്പോൾ അത് വലിയൊരു സംഭവമാണ് എന്ന് തോന്നിയിട്ട് അത് വിളിച്ചു പറയാൻ ശ്രമിച്ചതാണ്. എനിക്കതിൽ SFIയെ വളരെ സിൻസിയറായി പറഞ്ഞല്ലോ. SFIയുടെ ദേശീയ പ്രസിഡന്റ് ഇവരുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ എല്ലാ നിലപാടുകളെയും തള്ളിക്കളഞ്ഞല്ലോ. അപ്പോൾ ഒരു സംഘടന എന്ന രീതിയിൽ SFIയുടെ പിന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിവരക്കേടാണത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അങ്ങനെ ഒരു സംഘടന പൂർണ്ണമായൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് ദേശീയ നേതൃത്വം അത് സ്വീകരിക്കണ്ടേ? അത് സ്വീകരിച്ചില്ലല്ലോ. അപ്പോൾ ഈ വിവാദം ഇവിടെ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ SFIയോ MSFോ കൊടി ഒരുമിച്ച് കെട്ടി ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അതും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു വിവരക്കേടാണ്, അല്ലെങ്കിൽ ഒരു വിവരക്കേടിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം അത് നിരന്തരമായ ആയുധമായി അവർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് അവർ ഒരു CPM നേതാവ് പോലും അതിനെ പിന്തുണച്ച് വന്നില്ലല്ലോ. ഇല്ല, ഒരു CPM നേതാവ് പോലും. കാരണം ഇടത് ഹിന്ദുത്വ അജണ്ട നിരന്തരമായി പറയുന്നവരാണ് നിലവിലെ ഇടതുപക്ഷം എന്നായിട്ട് പോലും MSF ഒരു വർഗീയ സംഘടനയാണ് എന്നൊരു വാദത്തെ അതിനെ പിന്തുണച്ചുകൊണ്ട് ഒരു CPM നേതാവ് പോലും വന്നില്ല.
എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഇവരുടെ നേതാക്കന്മാർക്കും ഇവരുടെ അണികൾക്കും തന്നെ ബോധ്യപ്പെടാത്തൊരു കാര്യമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷം കഴിഞ്ഞ ഒരു 5 വർഷത്തോളം ഈ പിണറായി വിജയൻ രണ്ടാം ഗവൺമെൻറ് വരുന്നതിന് ശേഷം മുതൽ സ്വാഭാവികമായി ന്യൂനപക്ഷ വിരുദ്ധമായ പല നിലപാടുകളും സ്വീകരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട സ്കോളർഷിപ്പ് തീർച്ചയായും വളരെ പ്രകടമാണത്. ഇപ്പോൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് മാത്രം എടുത്താൽ ഇപ്പോൾ സ്കോളർഷിപ്പ് നമുക്കറിയാം, സെൻട്രൽ ഗവൺമെൻറ് എല്ലാ സ്കോളർഷിപ്പുകളും റദ്ദ് ചെയ്തു. കാരണം സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി ഏതെങ്കിലും മൈനോറിറ്റി വിഭാഗം കയറി വരണമെന്ന ആഗ്രഹമൊന്നും അവർക്ക് ഉണ്ടാവില്ല, അത് നമുക്കറിയാം. പക്ഷേ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ് കെടാവിളക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പദ്ധതി കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവരുമ്പോൾ 49 പിന്നോക്ക സമൂഹത്തിൽ നിന്ന് 47 പേർക്കത് കൊടുക്കാം, 2 പേർക്കത് കൊടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഈ 2 പേരിൽ ഒന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റികളാണ് ഈ 2 പേരും എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് അജണ്ടയുണ്ട് എന്ന് വളരെ കൃത്യമാണ്. ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ 2 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു, അലൻ ഷോയ്ബിനും തൊഹ ഫസലിനുമെതിരെ. ഇപ്പോൾ UAPA നിയമം രാജ്യത്തെ സംഘപരിവാറുകാരൻ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് അത് വ്യക്തികളിലേക്കും ചേർത്താമെന്ന് പറയുന്ന അമെൻമെൻറ്റ് കൊണ്ടുവന്ന ശേഷം ഇന്ത്യയിൽ ആദ്യമായി ആ കേസിൻ്റെ പേരിൽ ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന 2 ചെറുപ്പക്കാരെന്ന് പറയുന്നത് UPയിലും ഗുജറാത്തിലും അല്ല, നമ്മുടെ കോഴിക്കോട്ടാണ്, കേരളത്തിൽ ഈ കോഴിക്കോട്ടാണ്. 2 മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരുടെ പേരിലാണ്. അപ്പോൾ അത് കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കൃത്യമായി അതിനെ ഇങ്ങനെ ഇക്കിളിപ്പെടുത്താൻ, ഈ പറയുന്ന വർഗീയതയെ തരാതരം പോലെ ഇക്കിളിപ്പെടുത്തി അതിൽ നിന്ന് ലാഭം കൊഴിയാൻ വളരെ കൃത്യമായ അജണ്ട CPMൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാലോ, പെരുന്നാളിൻ്റെ ലീവുമായി ബന്ധപ്പെട്ട് ഇവരുണ്ടായ വിവാദം നമുക്കറിയാം. നോർമലി ഒരു സമൂഹത്തിൻ്റെ ആഘോഷം, ഏത് മതവിഭാഗമാകട്ടെ അവരുടെ ആഘോഷം, അതിന് ലീവ് കൊടുക്കണം, അത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. എന്നാൽ ലീവ് കൊടുക്കില്ല എന്നൊരു ഗവൺമെൻറ് പറയാം. അപ്പോൾ ലീവ് വേണമെന്ന് മതസംഘടനകൾ ആവശ്യപ്പെടുക. അപ്പോൾ അവർ തന്നെ പറയും ഇതൊരു വർഗീയവാദമാണ്. ആരാ പറയുന്നത്? ഭരിക്കുന്നവരാ പറയുന്നത്. ന്യായമായും കിട്ടേണ്ട ഒരു അവകാശമാണ്. അത് വർഗീയവാദമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുക, എന്നിട്ട് ആ ലീവ് അനുവദിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവരെന്നെ പറയുകയാണ് ആ മുസ്ലിം സമുദായത്തിൻ്റെ ആവശ്യം ഞങ്ങൾ അംഗീകരിച്ചല്ലോ. രണ്ടും പറയുന്നത് ഇവർ തന്നെയാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു അപകടം. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ നേട്ടം ഇതുകൊണ്ട് ഉണ്ടാകുന്നതാണല്ലോ, ഇതുകൊണ്ട് അവർ വിചാരിക്കുന്നത്. അതെ, അത് ഈ വരും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? അല്ല, ഞാനത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് CPM എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോഴും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുകയാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇങ്ങനെ പരസ്പരം ധ്രുവീകരണം നടത്തിയിട്ട് രാഷ്ട്രീയമായി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഈ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഭരിക്കുന്ന ഈ പാർട്ടിയോ വിചാരിക്കുന്നെങ്കിൽ അത് വലിയ മണ്ടത്തരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾ, കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയത പറയുന്ന കഴിഞ്ഞ 6 മാസമായി ഏറ്റവും വർഗീയത സംസാരിക്കുന്ന ആളാരാണ്? വെള്ളാപ്പള്ളി നടേശനാണ്. നമുക്ക് സംശയമൊന്നുമില്ല. ആ വെള്ളാപ്പള്ളി നടേശൻ നടേശൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ CPMൻ്റെ മന്ത്രിമാർ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ കാറിൽ മുഖ്യ അതിഥിയായി അദ്ദേഹം കയറുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾ കുറേ പിന്നെ ഈ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ഞങ്ങൾക്ക് പൂർണ്ണമായി കിട്ടും എന്നാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധിയും വിവേകമുള്ളവരല്ലേ കേരളം എന്ന് പറയുന്നത്? നമ്മളെ കേരളീയ പൗരസമൂഹം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്, നമ്മൾ വിദ്യാസമ്പന്നരാണെന്നൊക്കെ പറയുമ്പോൾ അത് തിരിച്ചറിയാൻ കേരളത്തിൽ ജനങ്ങൾക്ക് കഴിയില്ലേ? ഈ രാഷ്ട്രീയ നേതൃത്വം എന്ന രീതിയിൽ അത് ആദ്യം ബോധ്യപ്പെടേണ്ടത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനാണ്. അത് ബോധ്യപ്പെടാതെ പോകുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു തിരുത്ത്, ജനങ്ങളുടെ ഒരു തിരുത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ സംഭവിക്കട്ടെ. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇടപെടണം, അതിലിറങ്ങണം എന്ന് താല്പര്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥി ഈ MSFനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് നില നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിന് ഞാൻ MSFൽ ചേരണം എന്നൊരു ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ ഉത്തരം പറയാം? അല്ല, അത് പലതരത്തിൽ ഉത്തരം പറയാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ സ്വത്ത് രാഷ്ട്രീയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സാണ്. അപ്പോൾ ആ പൊളിറ്റിക്സിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി കേരളത്തിൽ കഴിഞ്ഞ 10-75 വർഷക്കാലം നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ബോധ്യപ്പെട്ടുകൊണ്ട് അവർക്ക് അതിൻ്റെ കൂടെ നിൽക്കാം. ഒരു കേരളത്തിലെ പിന്നെ പൊതുസമൂഹത്തിനിടയിൽ നന്മയുടെ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിനും നമ്മുടെ കൂടെ നിൽക്കാം. നമുക്കറിയാലോ, ഇപ്പോൾ കേരളത്തിൽ 1 മുതൽ 10 വരെ സൗജന്യ വിദ്യാഭ്യാസം അത് നമ്മുടെ നേതൃത്വം നടത്തിയൊരു കാര്യമാണ്. ലീഗ് രാഷ്ട്രീയത്തിന് കീഴിൽ നടത്തിയൊരു കാര്യമാണ്. അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് ലീഗ്. +1 +2 സൗജന്യ വിദ്യാഭ്യാസം നമ്മുടെ സംഭാവനയാണ്. കേരളത്തിലെ സർവകലാശാലകൾ എടുത്താൽ ഏറ്റവും കൂടുതൽ മുഖ്യധാര സർവകലാശാല ഒന്നൊഴികെ ബാക്കി മുഴുവൻ സർവകലാശാലകൾ നിർമ്മിക്കപ്പെട്ട ഒരു രാഷ്ട്രീയമാണ്. അങ്ങനെ കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഹൈസ്കൂളുകൾ വേണമെന്ന് തീരുമാനിച്ചൊരു രാഷ്ട്രീയമാണ്. കേരളത്തിലെല്ലാം നിയോജകമണ്ഡലങ്ങളിലും കോളേജ് വേണമെന്ന് തീരുമാനിച്ചൊരു രാഷ്ട്രീയമാണ്. അപ്പോൾ ഏതർത്ഥത്തിലാണ് അയാൾക്ക് നമ്മളെ കൂടെ നിൽക്കാതിരിക്കാനൊരു കാരണം ഉണ്ടാവുക? ഞാൻ അതാ ചോദിക്കുന്നത്. ഈ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാതിരിക്കാനൊരു കാരണം അവർ പറയണം. അങ്ങനെ പറയാൻ പുതിയ കാലത്തൊരു ചെറുപ്പക്കാരന് കഴിയില്ല. രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന, രാഷ്ട്രീയത്തെ സത്യസന്ധമായി വിലയിരുത്തുന്ന ഒരാൾ, അവർ ഏതു മതവിഭാഗത്തിൽ, ജാതി വിഭാഗത്തിൽ, ഏത് ഭാഷ സംസാരിക്കുന്നവരാകട്ടെ, നമ്മുടെ കൂടെ നിൽക്കാതിരിക്കാനുള്ളൊരു കാരണം അവർക്ക് പറയാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസമാണ് ഈ കസാലയിൽ ഇരിക്കുമ്പോൾ എനിക്കുള്ളത്.
തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരുപാട് വിജയങ്ങൾ MSF നേടുന്നു. സർവകലാശാലയിൽ പുതിയ റെക്കോർഡുകളും അതുപോലെ തന്നെ പുതിയ ചരിത്രങ്ങളും കുറിക്കുന്നു. അപ്പോൾ എങ്ങനെയാണിത് സാധ്യമാകുന്നത്? ഇത് എങ്ങനെയാണ് നിങ്ങളൊരു എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? എല്ലാവരും നമ്മുടെ ഈ വിജയങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അതിനെ രണ്ട് രൂപത്തിൽ നോക്കി കാണണം. ഒന്ന്, ശരിയാണ്, കുറേ വിജയങ്ങളൊക്കെ നമ്മൾ നേടിയിട്ടുണ്ട്. പക്ഷേ ആ വിജയങ്ങളല്ല യഥാർത്ഥത്തിൽ MSFനെ അളക്കുന്നൊരു പാരാമീറ്റർ എന്ന് പറയുന്നത്. ഒരു സംഘടന എന്ന രീതിയിൽ നമ്മളെടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, നമ്മുടെ അണികളിലുണ്ടാകുന്ന സംസ്കരണം, അവരുണ്ടാകുന്ന മാറ്റങ്ങൾ, അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു സംഘടന എന്ന രീതിയിൽ MSF എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഏറ്റവും ഗുണകരമായ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും നല്ലതെന്ന് കാണുന്ന വളർച്ചയുടെ അടയാളമായി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായി ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു സംഘടന എന്ന രീതിയിൽ തിരഞ്ഞെടുപ്പ് നമ്മുടെ ഒരു വിലയിരുത്തൽ പാരാമീറ്റർ ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ കോവിഡ് കഴിഞ്ഞാണ് ഞങ്ങളുടെ കമ്മിറ്റി വരുന്നത്. ആ വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായ ഒരു 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 ഡ്രൈ സ്പേസിലാണ് ഞങ്ങൾ വന്നു നിൽക്കുന്നത്. കേരളത്തിലെ ഒരു സർവകലാശാല പോലും നമ്മൾ ഭരിക്കുന്ന സർവകലാശാലകളില്ല. കേരളത്തിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയ ഒരു ഘട്ടമല്ല, കാരണം കോവിഡ് കഴിഞ്ഞ് നിൽക്കുന്നൊരു ഘട്ടമാണ്. പക്ഷേ മുൻഗാമികൾ നടത്തിയ വലിയൊരു അധ്വാനമുണ്ട്, കഠിനാധ്വാനമുണ്ട്. പ്രഥമ കമ്മിറ്റി മുതൽ, പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബിൻ്റെ കമ്മിറ്റി മുതൽ ഇങ്ങോട്ട് നിരന്തരമായി കുറേ ആളുകൾ അവരുടെ കൗമാരവും അവരുടെ യൗവനവും ഒക്കെ ചെലവഴിക്കപ്പെട്ട് ഇതിനൊരു അടിത്തറ പാകിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ശൂന്യതയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരാൻ കഴിയുന്ന ഒരു ഇന്നലെയുടെ ഗതകാലത്തിൻ്റെ ഒരു 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 സമ്പാദ്യം, അതിൻ്റെ ഒരു ബേസ് ഈ സംഘടനയ്ക്കുണ്ട്. ഞങ്ങൾ ആ ബേസിലാണ് വന്ന് നിന്നത്. സ്വാഭാവികം ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഇന്നലകളിൽ ഞങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ, അത് സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് MSF എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പലതും ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ 2 വർഷം മുമ്പ് കാലിക്കറ്റ് സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 6 വോട്ടിന് നമ്മൾ പരാജയപ്പെട്ടു പോയി. ആ സമയത്ത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി അന്നത്തെ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം, കാലിക്കറ്റ് സർവകലാശാല ഓർക്കണം, CH ഉണ്ടാക്കിയ സർവകലാശാലയാണ്, നമുക്കൊരു വൈകാരികമായ പൊക്കിൾക്കടി ബന്ധമുള്ളൊരു സർവകലാശാലയാണ്. ആ സർവകലാശാലയുടെ മുമ്പിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമാണ്. ഈ സർവകലാശാല എന്നല്ല, അദ്ദേഹം പറയാണ്, ഈ സർവകലാശാല എന്നല്ല, കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും MSFന് ജയിച്ചു കയറാമെന്ന് നിങ്ങൾ കരുതരുതെന്ന്. അത് നമ്മുടെ കാതുകളിൽ ഉണ്ടാക്കിയ ഒരു വലിയ എന്താ പറയുക, പ്രതിധ്വനിയുണ്ട്. അത് നമ്മുടെ മനസ്സിലുണ്ടാക്കിയ വലിയൊരു ഒരു പ്രയാസമുണ്ട്. കണ്ണ് നനഞ്ഞുകൊണ്ട് നടന്നു പോകുന്നവൻ്റെ പിറകിൽ നിന്ന് ഇത്രമേൽ ക്രൂരമായി ആക്രമിക്കാൻ കഴിയുന്ന വാക്കായിരുന്നു ആ വാക്ക്. അതിനേക്കാൾ ക്രൂരമായൊരു വാചകം കൊണ്ട് അവർക്ക് നമ്മൾ ആക്രമിക്കാൻ കഴിയുമായിരുന്നില്ല. നമ്മൾ ആ കൊടി 4 മടക്കി ഏതെങ്കിലും ഓഫീസിൻ്റെ ഇറയിൽ വെച്ച് പോവുകയല്ല ചെയ്തത്. കഠിനാധ്വാനം ചെയ്യാൻ യൂണിറ്റ് മുതലുള്ള സംഘടനാ പ്രവർത്തകന്മാർ, ഇപ്പോൾ MSFൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഒരു ആഹ്വാനം ചെയ്താൽ അതല്ലേ ഇപ്പോൾ ഒരു പ്രസിഡന്റ് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് ഇതിനകത്ത്. പക്ഷേ ഒരു സംഘടന എന്ന രീതിയിൽ എല്ലാ ഘടകങ്ങളും, പഞ്ചായത്ത്, മണ്ഡലം ഘടകങ്ങൾ, അവരൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് പിടിക്കണം, ജയിക്കണം എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ്, അത് കാലിക്കറ്റ് സർവകലാശാലയിൽ നമ്മൾ ജയിച്ചു. ഏതൊരു സർവകലാശാലയിലാണോ നമ്മളെക്കുറിച്ച് അങ്ങനെ ആക്ഷേപം, ആ സർവകലാശാല വിട്ടിട്ട് നമ്മൾ ജയിച്ചു. രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ചെയർമാനും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ജയിക്കാൻ കഴിയുന്നിടത്തേക്ക് MSF എത്തി. നമ്മുടെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പ്രതിനിധികളുണ്ടായി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ, ആ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ SFI അല്ലാത്ത മറ്റൊരാളും ജയിച്ചിട്ടില്ല. അവിടെയാണ് 3 ജില്ലയെ പ്രതിനിധീകരിക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 2 ജില്ലാ എക്സിക്യൂട്ടീവ് MSFന് ജയിച്ചു വരാവുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് കുഹാസിൽ 2 തവണയാണ് നമ്മൾ എക്സിക്യൂട്ടീവിലേക്കും യൂണിയനിലേക്കും നമുക്ക് ചരിത്രത്തിൽ ആദ്യമായി ജയിക്കാൻ കഴിയുന്നത്. ഏറ്റവും സന്തോഷം നമുക്ക് തോന്നിയത് കേരള യൂണിവേഴ്സിറ്റിയിലാണ്. കേരള യൂണിവേഴ്സിറ്റി ഒരു സെനറ്റ് ജയിക്കുക എന്ന് പറഞ്ഞാൽ, ബഷീർ, ET മുഹമ്മദ് ബഷീർ സാഹിബിനെ ഞാൻ ഈ ജയത്തിൻ്റെ സന്തോഷം വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തങ്ങളെ വിളിച്ചു, കുഞ്ഞാൽ സാഹിബിനെ വിളിച്ചു, ബഷീർ, അങ്ങനെ ഓരോരുത്തരും വിളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ബഷീർക്ക് പറയുന്നൊരു കാര്യമുണ്ട്. ബഷീർക്ക് പറഞ്ഞു, ഞാൻ മന്ത്രിയായ കാലത്ത് നമ്മൾ വലിയ ശ്രമം, അതായത് MSF വലിയ പരിശ്രമം നടത്തുമ്പോൾ ഞാൻ എൻ്റെ എല്ലാവിധ സഹകരണവും ചെയ്തു കൊടുത്തിരുന്നു, എന്നിട്ട് നമുക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു സെനറ്റല്ല, ഒരു MLA ആണ് നിങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമുണ്ട്. വലിയ സന്തോഷമാണ്. ഇപ്പോൾ തങ്ങളോട് കേരള യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ തങ്ങളുടെ ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത്, ഇത് കുറ്റിപ്പുറം പാലാണല്ലോ ഈ സംഘടനയ്ക്ക് ഒരു അതിർത്തി വെച്ചൊരു സ്ഥലം, അതിനപ്പുറത്ത് നമുക്കൊരു മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ പാർട്ടി ലീഡർഷിപ്പ്, എനിക്കൊന്ന് ഈ വിജയങ്ങളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഒരുപക്ഷെ നമുക്ക് മടുപ്പില്ലാതെ ഇതിൻ്റെ പിറകെ ഓടാൻ, നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഒരുമിച്ച് ഓടാൻ വേണ്ടി കഴിയുന്നത് പാർട്ടി ലീഡർഷിപ്പ് തന്നൊരു പിന്തുണയുണ്ട്. ഇപ്പോൾ പാർട്ടി പ്രസിഡന്റ് എന്ന രീതിയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, എനിക്ക് ഓർമ്മയുണ്ട് ആദ്യത്തെ വിജയം, ആ തോൽവി, 6 വോട്ടിന് തോൽക്കുമ്പോൾ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് ആദ്യം എന്നെ വിളിക്കുന്നത് PK ഫിറോസ് സാഹിബാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, സാറില്ല, 6 വോട്ടിനല്ലേ, കപ്പനും ചുണ്ടിനും അടുക്കല്ലേ പോയത്, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ തൊട്ട് പിറകിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിഞ്ഞു, കുഴപ്പമില്ല, നമ്മളിവിടെ എത്തിയല്ലോ, പ്രതിപക്ഷത്തിരിക്കുന്ന കാലത്തും ഇങ്ങനെ കായല്ലോ, സാറില്ല, വിഷമിക്കണ്ട, നമുക്ക് അടുത്ത തവണ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായിരിക്കുന്ന സമയത്താണ് സാദിഖ് അലി തങ്ങളുടെ കോൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ തങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ യഥാർത്ഥത്തിൽ
എന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊരു ചോദ്യമുണ്ട്. സാരമില്ല എന്ന് പറയുന്നൊരു സമാധാനിപ്പിക്കലുണ്ട്. പിന്നെ എന്ത് പോയല്ലോ എന്നുള്ളൊരു നിരാശയുണ്ട്. അങ്ങനെ എല്ലാം കലർന്നൊരു ചോദ്യം. തങ്ങൾ ഇത്ര ചോദിച്ചുള്ളൂ, എന്താ പറ്റിയ നവാസേ എന്നൊറ്റ ചോദ്യമാണ്. ആ ചോദ്യത്തിൽ ശകാരമുണ്ട്, സങ്കടമുണ്ട്, വേദനയുണ്ട്. അത് സത്യത്തിൽ എന്നെ വല്ലാണ്ട് ഹൃദയത്തിൽ കൊണ്ടു. കാരണം എത്രത്തോളം തങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു നമ്മൾ ഈ സംസ്ഥാന നേതൃത്വം, ഇതൊക്കെ തിരഞ്ഞെടുത്ത നേതൃത്വം എന്ന രീതിയിൽ തങ്ങളുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഈ കമ്മിറ്റി ഉള്ളത്. അപ്പോൾ ഈ കമ്മിറ്റി എന്തെങ്കിലും ചെയ്യും, യൂണിവേഴ്സിറ്റി യൂണിയൻ ഞങ്ങൾ പിടിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷ തങ്ങൾക്കുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പിന്നീട് നമുക്ക് ഡബിൾ ഊർജ്ജമാണ്. ഇപ്പോൾ PMS സലാം സാഹിബ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അടിമുടി ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ പിന്നെ ഞങ്ങളുടെ നിരീക്ഷകനായി യഥാർത്ഥത്തിൽ ഈ സംഘടന MSFനെ നയിക്കുന്നതിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു സംഘടന എങ്ങനെ പോകണം എന്നൊരു പാത്ത്, അതാണല്ലോ പുതിയ തലമുറയ്ക്ക് വേണ്ടത്, ഒരു വഴി കാണിച്ചു തരൽ. അത് ഞങ്ങളുടെ ആദ്യത്തെ നിരീക്ഷകന്മാരായിട്ടുള്ള PM സാദിഖ് അലി സാഹിബും അതുപോലെ തന്നെ നമ്മുടെ CP ചെറുവമ്മ സാഹിബും കാണിച്ച ഒരു വഴി കാണിക്കൽ. ഞങ്ങൾ ഈ എല്ലാവരും പറയുന്ന പോലെ ഈ പുതിയ കാലത്ത് ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അത് കൈവിടാതെ ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ലിബറലിസത്തിൻ്റെ കുത്തൊഴുക്കുള്ള ക്യാമ്പസുകൾക്കകത്തും MSF അതിനെ നിലപാട് സ്വീകരിച്ച് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് ഞങ്ങളുടെ ആദ്യത്തെ 2 നിരീക്ഷകന്മാർ PM സാദിഖ് അലി സാഹിബും അതുപോലെ തന്നെ CP ചെറുവൻ അവർ കാണിച്ചു തന്നൊരു വഴിയാണ്. അവർ ഞങ്ങൾ കൂടെ നടന്നിട്ടൊന്നുമില്ല, പക്ഷെ അവരിങ്ങനെ വഴി ചൂണ്ടിക്കാണിച്ചു തരും. ഞങ്ങൾ വഴി തെറ്റി പോകുന്നു പറയുമ്പോൾ അവരൊന്ന് ഇത് അതല്ല എന്ന് പറഞ്ഞിട്ടൊന്ന് ശകാരിക്കും. അത്രേ അവർ ചെയ്യാറുള്ളൂ. എല്ലാ ദിവസവും വിളിക്കാറുന്നില്ല, ചില ഘട്ടങ്ങളിൽ വിളിക്കും. അതുണ്ടായിട്ടൊരു പ്രചോദനവും ഇപ്പോൾ നമ്മുടെ നിരീക്ഷകൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ് ഉൾപ്പെടെ ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നതും PMS സലാം സാഹിബിൻ്റെ പിന്തുണയും അതൊക്കെ ഈ വലിയ വിജയത്തിന് സാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, പത്രമാധ്യമങ്ങളൊക്കെ എടുത്താൽ അവർ SFIയെ പറഞ്ഞാൽ, ഇനി രണ്ടാമത് KSUവിനെ പറഞ്ഞാൽ, മൂന്നാമത് MSFനെ പറയാതിരിക്കാൻ അവർക്ക് കഴിയില്ല. ആ രൂപത്തിലേക്ക് പൊതുയിടങ്ങളിലൊക്കെ നമുക്ക് സ്പേസ് ഉണ്ട്, ക്യാമ്പസുകളിലൊക്കെ നമുക്ക് സ്പേസ് ഉണ്ട്. ഒരു വിഷയം വന്നാൽ MSFൻ്റെ നിലപാടറിയാൻ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു വിജയമായി അല്ലെങ്കിൽ സംഘടനയുടെ ഒരു മുന്നേറ്റമായി നമ്മൾ കാണുകയാണ്. അത് ഞങ്ങളുടെ കമ്മിറ്റിയുടെ കാലം മാത്രമല്ല, മുൻഗാമികളെല്ലാം പിന്നെ ഉഴുതു ഒരു മണ്ണിനകത്ത് വിത്തുപാകിയ മണ്ണിനകത്ത് കൊയ്തെടുക്കുന്നവരായി മാത്രം നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഈ ഒരു വിജയങ്ങളുടെ ഒരു അനാട്ടമി ഞാൻ ഉദ്ദേശിക്കുന്നില്ല കംപ്ലീറ്റ് ആയിട്ട്. ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു പോഡ്കാസ്റ്റിൽ ചെയ്യാം. അപ്പോൾ ഇതിലെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊരു അവസാനിപ്പിക്കുന്ന സമയമായി. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപദേശം എന്തായിരിക്കും? ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഉപദേശം എന്ന് പറയുന്നത് നല്ലൊരു വിദ്യാർത്ഥിയാവുക എന്നുള്ളതാണ്. ജീവിതത്തിലുടനീളം ഒരു വിദ്യാർത്ഥിയാവുക. ഒരു പൂർണ്ണത ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും ഉണ്ടാകുന്നില്ല. നമ്മളെപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കമ്മിറ്റിയിൽ ഇപ്പോൾ നജാഫും അഷറും ഞങ്ങളെല്ലാവരും ഉള്ള ഈ കമ്മിറ്റിയിൽ ഞങ്ങളെപ്പോഴും ഒരു പുതുമ എന്താണ് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ വേര് സമ്മേളനം ഞങ്ങൾ നടത്തിയപ്പോൾ 4 ഭാഗത്തും വലിയ അപ്രീസിയേഷൻ കിട്ടി. പിന്നെയും ഞങ്ങൾ ആഗ്രഹിച്ച് ഇനി എന്ത് പുതുമയാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുക. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അതാണല്ലോ വേണ്ടത്. ഒരു വിദ്യാർത്ഥി എപ്പോഴും അന്വേഷണാത്മകമായി തന്നെ ഇങ്ങനെ പോകുന്ന ഒരാളാകണം. എവിടെയെങ്കിലും തളം കെട്ടി നിൽക്കുന്ന ഒരാളായി മാറാൻ പാടില്ല. എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നൊരു വെള്ളം പോലെ അല്ലല്ലോ, ഒഴുകുന്ന വെള്ളം പോലെ അവൻ്റെ ചിന്തയും അങ്ങനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് എവിടെയും നിൽക്കുകയല്ല, എല്ലായിടത്തും അതിർവരമ്പുകളൊക്കെ പൊട്ടിച്ചിങ്ങനെ ഇതിങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം, പുതിയതിനെ കണ്ടെത്താൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലേ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് സാധ്യമാവും, കാലത്തോട് ചേർന്ന് സഞ്ചരിക്കാൻ നമുക്ക് സാധ്യമായി. എപ്പോഴെങ്കിലും നമ്മൾ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ ഒരടി പിറകിലാവുന്നുവോ അന്ന് നമ്മൾ പിന്തള്ളപ്പെടും. കാരണം അത്ര വലിയ വേഗതയിൽ പോകുന്ന ഒരു കാലമാണ്. നമ്മളിങ്ങനെ അതിനോടിങ്ങനെ കിടപിടിച്ച് നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ നിന്നാലേ പുതിയ കാലത്ത് നിൽക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഏറ്റവും ഇപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും നല്ല വിദ്യാർത്ഥി സമൂഹത്തെ നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാ അർത്ഥത്തിലും എല്ലാ ഇങ്ങനെ അതിർവരമ്പുകളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പാലിക്കാൻ അതിർവരമ്പുകളുണ്ട്. ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനിങ്ങനെ അന്വേഷണാത്മകമായി എല്ലാത്തിനെയും കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങളുടെ വാർത്തയുണ്ട്, +2 പഠിക്കുന്നൊരു കുട്ടി, അയാൾ മാസം 15-20 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നു, അമേരിക്കയുടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അതെന്താണ്, അയാൾ സ്വന്തമായി AI ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടത്തി ആ കുട്ടി സ്വന്തമായി കണ്ടെത്തിയ അതെ ആ ഒരു മൂവ്മെൻ്റാണ് അപ്പോൾ അന്വേഷണാത്മകമായി തന്നെ ഒരു വിദ്യാർത്ഥി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു പൊളിറ്റിക്കൽ കരിയർ കിട്ടിയ ഏറ്റവും നല്ല അഡ്വൈസ് എന്തായിരിക്കും? പൊളിറ്റിക്കൽ കരിയറിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അഡ്വൈസ് എന്ന് പറയുന്നത്, കുറേ അഡ്വൈസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ അയാളെക്കുറിച്ച് പറയാൻ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പറഞ്ഞാൽ ആളുകൾ എങ്ങനെ എടുക്കുന്ന ഒരു സൂഫിയായ ഒരു മനുഷ്യൻ എന്നൊക്കെ വിളിക്കാവുന്ന എനിക്ക് തോന്നുന്നു. വലിയ താടിയൊക്കെയുള്ള ഒരു വെള്ള വസ്ത്രമൊക്കെ ധരിച്ച ഒരാൾ എൻ്റെ ഉപ്പയുടെ അടുത്ത് ഒരിക്കൽ വന്നതാണ്. എനിക്ക് ആളെ പരിചയം, ഞാൻ അയാളെ പിന്നെ കണ്ടിട്ടുമില്ല, ജീവിതത്തിൽ ഇന്നേവരെ പിന്നെ കണ്ടിട്ടുമില്ല, അതിന് മുമ്പും കണ്ടിട്ടില്ല. അങ്ങനെ എന്നോട് ചോദിച്ചു, എന്നെ ഒന്ന് യൂണിവേഴ്സിറ്റിയിലാക്കി തരുമോ? അപ്പോൾ ഞാൻ എൻ്റെ കാറിലിങ്ങനെ ആക്കി കൊടുക്കുകയാണ്.
അപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സംഘടനാ ഭാരവാഹിത്തൊക്കെ പറഞ്ഞു. എനിക്കൊരു 8-10 കൊല്ലം മുമ്പെയാണ്. അയാൾ അങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ഉപദേശം പറയാം, നീ ഉപദേശം പറയുകയാണ്, നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളിൽ ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പറ്റുന്ന കാര്യം പറയാവൂ. നിങ്ങൾക്ക് നടക്കാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയണം. കാരണം വെച്ചാൽ പ്രതീക്ഷ കൊടുത്തിട്ട് ഒരാളെ നിരാശപ്പെടുത്തരുത്. അവിടെ പറ്റുന്ന കാര്യം നിങ്ങൾ പറയാവൂ, അതല്ലാതെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകരുത്. അതെനിക്ക് ജീവിതത്തിൽ വലിയ സ്ട്രൈക്ക് ചെയ്ത ഒരു വാചകമായി എൻ്റെ മനസ്സിൽ. എനിക്കൊന്ന് എൻ്റെ ഒരു 10 വർഷം മുമ്പുള്ളൊരു കാര്യമാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഒരാളെ കണ്ടതാണ്, പിന്നെ അയാളെ കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഇന്ന് അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അയാൾ അന്ന് പറഞ്ഞ വാചകത്തെ ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ പാർട്ടി പ്രസിഡൻ്റ് ഒരിക്കൽ സംഘടനയുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ നവാസ് ശരിയാണെന്ന് കരുതി ചെയ്തൊരു കാര്യമാണല്ലോ, ശരിയാണെന്ന് കരുതി നീ അതൊക്കെ മുന്നോട്ട് പോയിക്കോ, ആളുകൾ പറയുന്നതും ചുറ്റുവട്ടം പറയുന്നതും നോക്കണ്ട. എനിക്ക് തോന്നിയത് നമുക്ക് ബോധ്യമുള്ളൊരു കാര്യം, നമുക്ക് ശരിയെന്ന് തോന്നുന്നൊരു കാര്യം, അത് ശരിയാണ് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിന് മുമ്പിൽ നമുക്കത് പറയാൻ കഴിയുമെങ്കിൽ പിന്നെ ഒരാളെ ഭയപ്പെടേണ്ടതില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാ രംഗത്ത് എനിക്ക് പലപ്പോഴും ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരാൾക്ക് മുമ്പിൽ മാത്രം ക്ലാരിറ്റി വേണമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുള്ളൂ. അത് നമ്മളെടുക്കുന്ന നിലപാട് പടച്ചവൻ്റെ മുമ്പിൽ നമുക്ക് ക്ലാരിറ്റി ഉത്തരം ഉണ്ടായാൽ മതി. നമുക്കൊരു ഉത്തരം ഉണ്ടാവണം, അത് നീതിയുക്തമായ ഒരു ഉത്തരമായി അയാൾക്ക് മുമ്പിൽ പറയാൻ കഴിയണം. അത് കഴിയുന്നൊരു ഉത്തരം ഒരു പക്ഷേ ഒരു സദസ്സിൽ പറയുമ്പോൾ സദസ്സിനത് ഇഷ്ടപ്പെട്ടോളുന്നില്ല, മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ എനിക്കൊരു കാരണമുണ്ട്, എനിക്കതിന് നീതിയുക്തമായ ഒരു റീസൺ ഉണ്ട്. ആ റീസണിൻ്റെ മുകളിലാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നതെങ്കിൽ അതൊരു പക്ഷേ തെറ്റാണെങ്കിൽ പോലും നാളെ ഞാൻ ഖേദിക്കേണ്ടി വരില്ല എന്നതും എനിക്കൊരു പ്രചോദിതമായി തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ലീഡർഷിപ്പ് അഡ്വൈസാണ്. സമയം അതിക്രമിച്ചുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഏത് പ്രസ്ഥാനത്തിൻ്റെയും ശക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തകരാണ്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അങ്ങനെ ആയിരക്കണക്കിന് പ്രവർത്തകർ MSFന് തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തകർ, ഒരു MSFൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഒന്നുകൂടി ഡിഫറൻ്റാണ്. അതിലൊരു ധാർമ്മിക ബോധം, വാല്യൂസ്, എത്തിക്സ് അതൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരം പ്രവർത്തകരോട് എന്താണ് പറയാനുള്ളത്? അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. അല്ല, ഞാൻ MSFൻ്റെ പ്രവർത്തകരോട് ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യം, MSFകാരനാവുക എന്ന് പറഞ്ഞാൽ അതൊരു യൂത്ത് ലീഗിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ നാളത്തെ ഭാരവാഹിയാകാൻ വേണ്ടിയുള്ള ഒരു റിഹേഴ്സൽ നടത്തുന്ന കേന്ദ്രമല്ല MSF എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നൊരു ഇടമാണ് MSF എന്ന് പറയുന്നത്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ നമ്മുടെ തെരുവിലെ ഒരു കരിങ്കല്ല് ചീള്, ആ വലിച്ചെറിഞ്ഞൊരു കരിങ്കല്ല് ചീള് നമ്മൾ കൈകൊണ്ട് പോയി എടുത്താൽ കയ്യിൽ മുറിവാവും, അലക്ഷ്യമായി തെരുവിൽ വലിച്ചെറിഞ്ഞതാണ്. പക്ഷെ അതൊരു ശില്പിയുടെ കയ്യിൽ കിട്ടിയാൽ അത് മനോഹരമായൊരു ശില്പമാണ്. അത് ആ തെരുവിൽ ആ കരിങ്കല്ല് ചീളിൻ്റെ സ്ഥാനം പിന്നെ നമ്മുടെ സ്വീകരണ മുറിയിലെ അലമാറയിലാണ്. ഞാൻ MSFകാരോട് എപ്പോഴും പറയാറുള്ളത്, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അലമാറയിലെ ശില്പങ്ങളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എന്നാണ് പറയാറുള്ളത്. MSFൻ്റെ സംഘടനാ പ്രവർത്തകർ എപ്പോഴും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ വിജയങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വിജയിച്ച ക്യാമ്പസിനേക്കാൾ കൂടുതൽ എനിക്ക് കൗതുകം തോന്നാറുള്ളത് പരാജയപ്പെട്ട ക്യാമ്പസുകളിലാണ്. ഒരിക്കൽ പോലും ജയിക്കൂല എന്ന് ഉറപ്പുണ്ടായിട്ട്, ഇപ്പം ഞാൻ മടപ്പള്ളി ഗവൺമെൻറ് കോളേജിൽ പോയി കഴിഞ്ഞ ദിവസം, ഒരിക്കൽ പോലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് അവർക്കറിയാം. ഈ വർഷമല്ല ഇനി ഒരു 10 വർഷം അപ്പുറത്തേക്ക് പോയാലും ആ ക്യാമ്പസിൽ ജയിക്കുക സാധ്യമല്ല എന്ന് ബോധ്യമുണ്ട്. എന്നിട്ടും 10 ആളെങ്കിൽ 10 ആൾ, 3 പേരെങ്കിൽ 3 പേര് ചേർന്ന് ഈ കൊടി പിടിച്ച് അവർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നാളെ ഒരു MLA ആവാന്നുള്ള സ്വപ്നം അവർക്കില്ല, ഒരു പഞ്ചായത്ത് മെമ്പറാവാന്നുള്ള സ്വപ്നം അവരില്ല. അവർ PG കഴിഞ്ഞാൽ പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ പോകും. അപ്പോൾ ഈ സംഘടനയെ സ്നേഹിക്കുന്ന ഇത്തരം സാധാരണ പ്രവർത്തകന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനമാണ് ഈ വിജയം എന്ന് പറയുന്നത്. അവരോടൊക്കെ നമ്മൾ പറയുന്നത്, നമ്മൾ കാണുന്ന സ്വപ്നം പേറിക്കൊണ്ട് ആ ലോകത്തേക്ക് പറന്നു പോകാൻ എല്ലാ MSFകാരും കഴിയണം. എല്ലാവരും നാട്ടിലിങ്ങനെ പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ല അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെ നിൽക്കേണ്ടവരൊന്നും അല്ല. അന്ന് അവനവൻ്റെ കരിയറിൽ അവൻ ഏറ്റവും ബെസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നവരായി മാറണം. അങ്ങനെയൊക്കെ പോകുമ്പോഴും ഈ പ്രസ്ഥാനവും ഈ സംഘടനയുമൊക്കെ അവരുടെ ഒരിടം അതിനുണ്ടാകണം എന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കാറുള്ളൂ. തീർച്ചയായിട്ടും ഈ ഉൾക്കാഴ്ചകൾക്കും ചിന്തകൾക്കൊക്കെ നന്ദി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്തൊരു പോഡ്കാസ്റ്റിൽ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവസാനിപ്പിക്കുന്നു.